ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ISRO നാസ സംയുക്ത ദൌത്യം NISRന്റെ വിക്ഷേപണ വിജയത്തെ അഭിനന്ദിച്ച് പാർലമെന്റ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത് ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വാരാണസിയിൽ തുടക്കം കുറിക്കും. മാലേഗാവ് സ്ഫോടനക്കേസിലെ 7 പ്രതികളെയും NIA പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കി. മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ യൂട്യൂബ് ഉപയോഗത്തിന് വിലക്കേർപ്പെടുത്താനൊരുങ്ങി ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. ISRO നാസ സംയുക്ത ദൌത്യമായ NISRന്റെ വിക്ഷേപണ വിജയത്തിൽ ISROയെ അഭിനന്ദിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും. മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായി ശാസ്ത്ര സമൂഹം കൈവരിച്ച പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന ദൌത്യമാണിതെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് പറഞ്ഞു. It's a matter of great national pride that India has successfully launched the NASA ISRO Synthetic Aperture Radar satellite from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. It's a landmark collaborative mission between the ISRO and the NASA of the United States. The mission reflects India's rising stature as a trusted and capable space-faring nation and underscores the remarkable strides made by our scientific community in advancing the frontiers of knowledge for the betterment of humanity. വിക്ഷേപണ വിജയത്തിൽ ISRO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഭാവി ദൌത്യങ്ങൾക്ക് ആശംസയും നേർന്നു. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ഝാർഖണ്ഡിൽ ദിയാഗോർ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ധൻബാദ് IITയുടെ 45ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി നാളെ മുഖ്യാതിഥിയാകും. പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ഇന്നലെ പശ്ചിമബംഗാളിലെ കല്യാണി എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും പങ്കെടുത്തിരുന്നു. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത് ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വാരാണസിയിൽ തുടക്കം കുറിക്കും. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 തുല്യ ഗഡുക്കളായാണ് പദ്ധതിയിലൂടെ നൽകിവരുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലൂടെ രാജ്യത്തെ പരമാവധി കർഷകരിലേക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ നേട്ടങ്ങൾ എത്തിക്കാൻ സാധിച്ചതായി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. प्रधानमंत्री नरेंद्र मोदी जी 2 अगस्त को ठीक 11 बजे प्रधानमंत्री किसान सम्मान निधि की राशि आपके खाते में डालने वाले. इस अवसर पर वो जुड़कर आपसे बात भी करेंगे. कार्यक्रम आपके गांव में भी होगा, सभी कृषि विज्ञान केंद्रों पर होगा, ICAR के संस्थानों में होगा, एग्रीकल्चर यूनिवर्सिटीज में होगा, मंडियों में होगा, पैक्स के मुख्यालय पर होगा. മാലേഗാവ് സ്ഫോടനക്കേസിലെ 7 പ്രതികളെയും മുംബൈയിലെ NIA പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കി. BJP മുൻ MP സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെ എല്ലാ പ്രതികളെയും മതിയായ തെളിവുകളില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി വെറുതെ വിട്ടത്. 2008 സെപ്റ്റംബർ 29-നാണ് മാലേഗാവിലെ ബിക്കു ചൌക്കിന് സമീപം സ്ഫോടനമുണ്ടായത്. മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് 6 പേർ കൊല്ലപ്പെടുകയും 100ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ മഹാരാഷ്ട്ര ATS അന്വേഷിച്ച കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. ഗുരുതര രോഗമുള്ള തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി ഹൈക്കോടതി മുൻ ഉത്തരവുകളുടെയും ABC നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ ദയാവധം അനുവദിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് CS ഡയസ് വ്യക്തമാക്കി. കേരളത്തിൽ തെരുവ് നായ ആക്രമണവുമായി ബന്ധപ്പെട്ട റിട്ട് ഹർജികൾ ഇന്നലെ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. അടുത്തിടെ നടന്ന തെരുവ് നായ ആക്രമണങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി
സംസ്ഥാന പോലീസ് മേധാവി, ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവയ്ക്ക് കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേസ് അടുത്ത മാസം 19-ന് വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അവസാനഘട്ടത്തിലാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ ഇന്ധനം നിറച്ച് ഐസും മത്സ്യബന്ധന ഉപകരണങ്ങളും ആഹാര സാധനങ്ങളും കയറ്റിത്തുടങ്ങി. മത്സ്യ സംസ്കരണശാലകളും പുതിയ സീസണായി സജ്ജമായി കഴിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ മത്സ്യബന്ധന യാനങ്ങളും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളൂവെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം നൽകി. നിയമാനുസൃത വലിപ്പത്തിൽ കുറഞ്ഞ മത്സ്യങ്ങൾ പിടിക്കരുതെന്നും ഇക്കാര്യങ്ങൾ ലംഘിക്കുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം കൊല്ലത്ത് പതിവിന് വിപരീതമായി ട്രോളിംഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ബോട്ടുകൾ നീണ്ടകര പാലത്തിന് ഇപ്പുറം എത്തിക്കാൻ അധികൃതർ അനുമതി നൽകി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള പാലം പണി കാരണം പാലത്തിന്റെ സ്പാനുകൾക്കിടയിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ബോട്ടുകൾക്ക് എത്താൻ വഴിയുള്ളത്. രാത്രി 12-ന് ചങ്ങല നീക്കുമ്പോൾ അനവധി ബോട്ടുകൾ ഒരേ സമയം പാലത്തിനിപ്പുറം എത്താൻ ശ്രമിക്കുന്നതിനിടെ അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ബോട്ടുകൾ നേരത്തെ പാലത്തിനിപ്പുറം എത്തിക്കാൻ ഇത്തവണ അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തിരുവനന്തപുരം മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 177 കോടി രൂപ ചെലവഴിച്ചാണ് തുറമുഖം ഗ്രീൻ ആന്റ് ബ്ലൂ പോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ ബിജെപി ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ജാമ്യാപേക്ഷയിൽ വീഴ്ചയുള്ളതിനാലാണ് ഹർജി തള്ളിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം അടുത്ത മാസം 5-ന് ഉഭയകക്ഷി ചർച്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഫിലിപ്പീൻസ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങിയ ഉന്നതതല സംഘം പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പ്രസിഡന്റ് മാർക്കോസ് കൂടിക്കാഴ്ച നടത്തും. ഡൽഹിക്ക് പുറമെ ബംഗളൂരുവും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയങ്ങളിലും മഹാസാഗർ ദർശനത്തിലും സുപ്രധാന സ്ഥാനമാണ് ഫിലിപ്പീൻസിനുള്ളത്. ഷഹീദ് ഉദ്ധം സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷഹീദ് ഉദ്ധം സിംഗ് ഇന്ത്യയുടെ അനശ്വര പുത്രനാണെന്നും അദ്ദേഹത്തിന്റെ ദേശസ്നേഹവും ധീരതയും രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാ കാലവും പ്രചോദനമായിരുന്നെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കെനിംഗ്ടണിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 3:30-നാണ് മത്സരം ആരംഭിക്കുക. പരമ്പരയിൽ 2-1-ന് ഇംഗ്ലണ്ട് മുന്നിലാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ യൂട്യൂബ് അക്കൌണ്ട് ആരംഭിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഓസ്ട്രേലിയ. ഡിസംബർ മുതൽ നിയന്ത്രണം നിലവിൽ വരും. ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എക്സ് തുടങ്ങിയവയ്ക്കും വിലക്ക് നിലവിലുണ്ട്. യൂട്യൂബ് ഒരു വീഡിയോ പ്ലാറ്റ്ഫോം ആണെങ്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളെപ്പോലെ കുട്ടികൾക്ക് ഹാനികരമായ ഉള്ളടക്കം, സൈബർ ബുള്ളിയിംഗ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇത് കാരണമാകുന്നതായി അറിയിച്ചാണ് നിരോധനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 23 പോയിന്റ് താഴ്ന്ന് 81,458-ലും നിഫ്റ്റി 9 പോയിന്റ് നഷ്ടത്തിൽ 24,845-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 73,360 രൂപയും ഗ്രാമിന് 9,170 രൂപയുമാണ് ഇന്നത്തെ വില. പദ്മ പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 15 വരെ നീട്ടി. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായാണ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്. കുളച്ചൽ യുദ്ധവിജയത്തിന്റെ 284ാമത് വാർഷികം ആഘോഷിച്ച് ഇന്ത്യൻ സൈന്യം. മദ്രാസ് റെജിമെന്റിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ യുദ്ധസ്മാരകത്തിലായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ മദ്രാസ് റെജിമെന്റ് കമാൻഡിംഗ് ഓഫീസർ കേണൽ അവിനാഷ് കുമാർ സിംഗ് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ISRO നാസ സംയുക്ത ദൌത്യം NISRന്റെ വിക്ഷേപണ വിജയത്തെ അഭിനന്ദിച്ച് പാർലമെന്റ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത് ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വാരാണസിയിൽ തുടക്കം കുറിക്കും. മാലേഗാവ് സ്ഫോടനക്കേസിലെ 7 പ്രതികളെയും NIA പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കി. മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ യൂട്യൂബ് ഉപയോഗത്തിന് വിലക്കേർപ്പെടുത്താനൊരുങ്ങി ഓസ്ട്രേലിയ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.